ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് 25, വിശുദ്ധ ഡിസ്മസ്. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടി പറുദീസായിലായിരിക്കും. യേശുക്രിസ്തു നേരിട്ട് വിശുദ്ധനായി പ്രഖ്യാപിച്ച ഏക വിശുദ്ധനാണ് ഡിസ്മസ്. ഗാഗുൽത്തായിൽ ഈശോയോട് കൂടി കുരിശിൽ തറയ്ക്കപ്പെട്ട നല്ല കള്ളൻ. ഡിസ്മസിന്റെ ഓർമ്മ ദിവസം മാർച്ച് 25 ആചരിക്കുന്നത് യേശുവിന്റെ കുരിശുമരണം നടന്നത് ഈ ദിവസമാണ് എന്ന വിശ്വാസത്തിലാണ്. യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ അവിടുത്തെ ഇരുവശങ്ങളിലുമായി ഡിസ്മസിനെയും മറ്റൊരു കള്ളനെയും കുരിശിൽ തറച്ചിരുന്നു. ഗസ്റ്റാസ് എന്ന പേരുള്ള കള്ളൻ കുരിശിൽ കിടന്നുകൊണ്ട് യേശുവിനെ പരിഹസിച്ച് സംസാരിച്ചു. നീ മിശിഹായാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. എന്നാൽ അത് കേട്ട് ഡിസ്മസ് അയാളെ ശകാരിച്ചു. നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലേ? തെറ്റു ചെയ്ത നമുക്കും തെറ്റു ചെയ്യാത്ത ഈ മനുഷ്യനും ഒരേ ശിക്ഷയല്ലേ ലഭിച്ചിരിക്കുന്നത്? പിന്നെ ഡിസ്മസ് യേശുവിന്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, ഈശോയെ, അങ്ങയുടെ രാജ്യത്ത് വെച്ച് അങ്ങ് എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടി പറുദീസായിലായിരിക്കും. ചില പുരാതന പുസ്തകങ്ങളിൽ ഡിസ്മസും യേശുവിന്റെ കുടുംബവുമായുള്ള മറ്റൊരു ബന്ധം വിവരിക്കുന്നുണ്ട്. യേശു പിറന്നതറിഞ്ഞ് ഹെറോദേസ് രാജാവ് 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ കൽപ്പിച്ചു. കർത്താവിന്റെ ദൂതൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഈ സമയത്ത് യൗസേപ്പും മറിയവും ഈജിപ്തിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. ഡിസ്മസും മറ്റു ചില കള്ളന്മാരും ഇവരെ വഴിയിൽ വെച്ച് തടഞ്ഞു. എന്നാൽ ഡിസ്മസിന് ഇവരോട് വല്ലാത്തൊരടുപ്പം തോന്നി. മറ്റു കള്ളന്മാരോട് അഭ്യർത്ഥിച്ച് തിരുക്കുടുംബത്തെ ഉപദ്രവിക്കാതെ ഡിസ്മസ് യാത്രയാക്കി. ജയിൽ പുള്ളികളുടെയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരുടെയും മനസാന്തരപ്പെടുന്ന കള്ളന്മാരുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ ഡിസ്മസ്. തടവറയിൽ കഴിയുന്ന എല്ലാ കുറ്റവാളികളുടെയും മാനസാന്തരത്തിനായി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.